അറബിക് കോളേജുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യത എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടുത്താനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അറബിക് കോളേജുകളെ കൊണ്ട് എന്ത് നേട്ടമാണുണ്ടായത്? അറബിക് കോളേജുകൾ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അൻസാർ സ്വലാഹി നന്മണ്ട എന്ന ഞാൻ. ഒരുപക്ഷെ മുൻപുള്ള എൻ്റെ പ്രസംഗത്തിലൊക്കെ നിങ്ങളിൽ പലരും കേട്ടതുപോലെ 1999 SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമോ പ്രത്യേകിച്ചു വലിയ താല്പര്യങ്ങളോ ഇല്ലാതെ ജീവിതം ആസ്വദിച്ചും കളിച്ചും ജീവിച്ചു തീർക്കുന്ന കാലഘട്ടത്തിലാണ് ആരോ ഒരാളുടെ പ്രേരണ കൊണ്ട് എൻ്റെ വാപ്പ എന്നെ അറബിക് കോളേജിലാക്കാൻ തീരുമാനിക്കുന്നത്. ബസ് കണ്ടക്ടറായ വാപ്പയോട് ഏതോ ഒരു ചെറുപ്പക്കാരൻ അന്നിടവണ്ണയുള്ള ജാമിഅ നദവിയ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും കൃത്യമായി ഭക്ഷണം കിട്ടും, നല്ല വിദ്യാഭ്യാസം കിട്ടും, മാസത്തിൽ ഒരിക്കൽ മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ എന്നൊക്കെ കേട്ടപ്പോ അതെൻ്റെ മകന് വലിയ ഒരു മാറ്റത്തിന് കാരണമാകും എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത എൻ്റെ മാതാപിതാക്കൾ പിന്നീടൊന്നും ചിന്തിക്കാതെ അറബിക് കോളേജിൽ കൊണ്ട് ചേർത്തു. ഇടക്കൊക്കെയോ തിരിച്ചു പോരി നാട്ടിലുള്ള പല പരിപാടികളിലും ആഘോഷങ്ങളിലും അമ്പലത്തിറകളിലുമൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വേദനയൊക്കെ അന്നൊരു സങ്കടമായി പഠനം നിർത്തി പോരുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ആ അറബിക് കോളേജിലേക്ക് തന്നെ തിരിച്ചെന്നെ കൊണ്ടച്ചാക്കിയപ്പോ ഇന്ന് ഞാൻ ആയിരങ്ങൾക്ക് മുൻപിൽ നൂറുകണക്കിന് ഖുതുബകൾ നടത്തുന്നൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അറബിക് കോളേജുകൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എൻ്റെ ജീവിതത്തോളം ഉപദേശം നൽകാൻ പറ്റുന്ന ഒരറിവും എൻ്റെ കാര്യത്തിലില്ല, എൻ്റെ ജീവിതത്തിലില്ല. ഇന്ന് കേരളത്തിൻ്റെ മുക്കുമൂലകളിലുള്ള മുജാഹിദ് പള്ളികളിൽ കൃത്യമായി ജുമുഅക്ക് നേതൃത്വം കൊടുക്കാനും പല കുടുംബങ്ങളിൽ വെളിച്ചമെത്തിക്കാനും അന്ധകാരത്തിൽപ്പെട്ട് ജീവിച്ചിരുന്ന പല കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഇൽമിന്റെ വെളിച്ചം നൽകാനും അറബിക് കോളേജുകളിലെ മക്കളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നറിയപ്പെടുന്ന അറിയപ്പെടാത്ത പല ആളുകളും അറബിക് കോളേജുകളിലൂടെയാണ് വളർന്നു വന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത് സുല്ലമികളാവട്ടെ, സ്വലാഹികളാവട്ടെ, മദനികളാവട്ടെ, അൻവാരികളാവട്ടെ, ഫുർഖാനികളാവട്ടെ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലും പ്രവർത്തന രംഗത്തും പള്ളികളിലും ആയിരക്കണക്കിന് ഇൽമിയായ അറിവുകളെ കൊണ്ട് മഹത്തരമായ ജീവിതത്തിന്റെ സന്ദേശത്തിലൂടെ കുടുംബവും നാടും നയിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് അറബിക് കോളേജുകളുടെ പ്രസക്തി. ആ അറബിക് കോളേജുകളും വിദ്യാഭ്യാസ രീതിയും എടുക്കപ്പെട്ടു പോകുന്നതെന്നാണോ അന്ന് പള്ളികളിൽ ഇമാമത്ത് നിൽക്കാൻ നമുക്ക് ബംഗാളികളെ ക്ഷണിക്കേണ്ടി വരും. ഒരുപക്ഷെ ഖുതുബ പറയാൻ പോലും മലയാളം പഠിപ്പിക്കേണ്ട ബംഗാളികളെ തിരയേണ്ടി വരും. ജീവിതത്തിന്റെ ദുരന്തത്തിലേക്ക് നമ്മൾ ഇനിയും എത്തിച്ചേരാതിരിക്കാൻ ഈ സമൂഹത്തിലുള്ള അറബിക് കോളേജുകൾ ഓരോ നാടിന്റെയും വിശ്വാസത്തിന്റെയും നന്മയുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാഹകന്മാരാണ് എന്ന തിരിച്ചറിവോടുകൂടി അറബിക് കോളേജുകളെ സംരക്ഷിക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അമ്പരപ്പോടുകൂടി സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കണ്ട് അമ്പരന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് പണം അയച്ചിരുന്ന ബാങ്കുകളിൽ നിന്ന്, സാമ്പത്തിക കൈമാറ്റത്തിൽ നിന്ന് ഈ സ്റ്റേജിന്റെ 2 സീറ്റുകളിൽ ഇരിക്കുന്നവർക്ക് ലക്ഷങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന
സാമ്പത്തിക രംഗത്തുള്ള വളർച്ചയിലേക്ക് നമ്മൾ വളർന്നു. വർഷങ്ങൾക്ക് മുൻപ് പ്രവാസ ലോകത്തേക്ക് ചെല്ലുന്ന പല ചെറുപ്പക്കാർക്കും തന്റെ നാട്ടിലുള്ള വിവരങ്ങൾ അറിയാൻ മാസങ്ങളോളം ഒരു കത്തിനെ ആശ്രയിച്ച് കാത്തിരിക്കേണ്ട കാലഘട്ടത്തിനു പകരം തന്റെ പെണ്ണുമായി കിടക്കയിൽ കവന്നു കിടന്ന് 2 രാജ്യത്താണെങ്കിലും കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ വെള്ളി വെളിച്ചത്തിലേക്കാണ് ഇന്ന് നമ്മളെ നാട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മാറ്റം മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല, അവന്റെ വിശ്വാസത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന കഥകളും നമ്മൾ കേട്ടു തുടങ്ങി. അതുകൊണ്ടാണല്ലോ തന്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ഞാൻ ജിന്നിനെ കാണുന്നു, ആ ജിന്നുകളെ ഞാൻ അടിച്ചിറക്കുന്നു, ഇന്ന് വാറോലകളെ കൊണ്ട് അടച്ചിട്ട റൂമിനുള്ളിൽ തന്റെ കറാമത്തുകൾ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ജിന്നുമ്മയുടെ മുൻപിൽ 180 പവനിലധികം ആ പെണ്ണിന്റെ മുൻപിൽ കാണിക്ക വെച്ച് കോടിക്കണക്കിന് സ്വത്തുക്കളും സമ്പത്തുകളും മാത്രമല്ല സ്വജീവിതം പോലും കൊലപാതകത്തിന് വിട്ടുകൊടുക്കുന്ന പൊട്ടന്മാരാക്കപ്പെടുന്ന ചരിത്രവും ഈ കേരളക്കരയുടെ മണ്ണിൽ നമ്മൾ കാണാൻ തുടങ്ങി. ഈ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് പറഞ്ഞയക്കേണ്ട ആളുകൾ ആകാശങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ അങ്ങ് മടവൂരി പിടിച്ചിറക്കിയ കഥയും, ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ ഷെയ്ഖുനാന്റെ മക്ബറക്ക് മുൻപിലൂടെ പോകുമ്പം സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥയും, വിവാഹം കഴിഞ്ഞ് 18 കൊല്ലമായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് കൊണ്ട് ഗർഭം കൊടുത്ത ഷെയ്ഖുനാന്റെ കറാമത്ത് കറയും കേട്ട് അല്ലാഹു അക്ബറും തക്ബീറും വിളിക്കുന്ന പാമരന്മാരായി വിശ്വാസരംഗത്ത് നമ്മളെ ചരിത്രങ്ങളും തലമുറകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാറജാറങ്ങളും മക്ബറുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ജിന്നുമ്മമാരും അടിച്ചിറക്കുന്ന മുരീദന്മാരും ഷെയ്ഖന്മാരും മന്ത്രിച്ച് കുതിക്കൊടുക്കുന്ന ഇസ്മിന്റെ പണിക്കാരും ഏലസുകാരും ഇന്ന് കേരളത്തിന്റെ അകത്തളങ്ങളിൽ പോലും സ്വാധീനമറിയിക്കാൻ വേണ്ടി മീഡിയകൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ടാണല്ലോ കറാമത്ത് കൊടുക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ ബർക്കത്തെടുക്കാനും ഏതോ മജ്‌ലിസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുൻപിൽ യാത്ര ചെയ്ത് അവിടെ എത്താൻ പറ്റില്ല എന്ന കാരണത്തിന്റെ പേരിൽ മജ്‌ലിസ് നടക്കുന്ന ടിവിയുടെ മുൻപിൽ ഒരു ബക്കറ്റിൽ പാത്രത്തിൽ വെള്ളം വെച്ച് ആ ടിവിയിലൂടെ ഊതുന്ന ഷെയ്ഖുനാന്റെ അല്ലെങ്കിൽ മജ്‌ലിസുകാരന്റെ പ്രാർത്ഥനയുടെ ഊത്തിന്റെ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും തിരിച്ചറിയാത്ത കോലത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ചില ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളേറെ വളരുന്ന മക്കളുടെ മനസ്സുകളിൽ നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ പാകിത്തുടങ്ങി. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നും മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ജീവിതമാണെങ്കിൽ എനിക്കതിന് എന്റേതായ ചില കാരണങ്ങൾ ഉണ്ടാവും, എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. മതം മനുഷ്യന്റെ മനസ്സിനെ തകർക്കുന്ന കറുപ്പാണെന്നും അതുകൊണ്ട് മതവിശ്വാസമൊന്നും വേണ്ട, സ്വന്തം തോന്നിയ ലിബറൽ ചിന്താഗതി മതി എന്ന് മക്കളുടെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് 2 പെൺമക്കൾ കല്യാണം കഴിച്ചതും 18ഓളം പെൺമക്കൾ കല്യാണം കഴിക്കാൻ അപേക്ഷ കൊടുത്തതും 68ഓളം ചെറുപ്പക്കാർ സ്വവർഗരതിക്ക് വേണ്ടി കേരളത്തിലെ ഇന്ത്യയിലെ പരമോന്നത കോടതിക്ക് മുൻപിൽ കേസ് കൊടുത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പോക്ക് വലിയ അപകടത്തിലേക്ക്, അത്രയേറെ നമ്മളെ വിശ്വാസത്തെയും സംസ്കാര രംഗത്തെയും ഇന്നത്തെ കാലഘട്ടത്തിലെ ചില പ്രവർത്തനങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ദാമ്പത്യ രംഗത്ത് പോലും പരസ്പരം വഞ്ചന ആളുകൾക്ക് ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കലും ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കലും കാലഘട്ടത്തിന്റെ ലഹരിയായി ഇന്നത്തെ ചില ആളുകൾക്ക് തോന്നിത്തുടങ്ങി. 10ാം ക്ലാസ് കൂടെ പഠിച്ചവന്റെ കൂടെ ഗെറ്റ് ടുഗദറിന് ശേഷം 38ാമത്തെ വയസ്സിൽ 3 മക്കളെ വേണ്ടെന്ന് വെച്ച് 38ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിലെ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലഘട്ടത്തിന്റെ ചരിത്രത്തിലേക്കും വിവാഹബന്ധം ഒരിക്കലും നടത്താൻ പാടില്ലെന്നും വൈവാഹിക ബന്ധത്തിന്റെ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടണമെന്നും ആരുടെ മുൻപിലും തലകുനിച്ചു കൊടുക്കാതെ ജോലി ചെയ്ത് പണമുണ്ടാക്കി ആണിന്റെ മേലെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന നവ ലിബറൽ ഫെമിനിസ ചിന്താഗതി മക്കളെ മനസ്സിനെ സ്വാധീനിച്ചത് കൊണ്ടാണ് 24ഉം 26ഉം വയസ്സുള്ള പെൺമക്കൾ പോലും
രക്ഷിതാക്കളോട് തിരിച്ചു പറയുന്നു, എനിക്ക് കല്യാണം വേണ്ട. എന്തേ കാരണം? ശാരീരികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ ലിവിംഗ് ടുഗദറുകൾ നടത്തും, ഞങ്ങൾ ഡേറ്റിംഗ് നടത്തും, ഞങ്ങളൊരു കമ്പയർ സ്റ്റഡീസ് നടത്തും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ബാധ്യതകളിൽ നിന്ന് മക്കൾ അകന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിന്റെ രക്ഷ, ആരാണ് ഈ സമൂഹത്തിന്റെ രക്ഷക്കുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടവൻ. നമുക്കറിയാൻ സാധിക്കും, ഈ മൈക്ക് നിർമ്മിച്ചവൻ ഈ മൈക്കിന്റെ ഓരോന്നും കൃത്യമായി ചിട്ടപ്പെടുത്താൻ മുൻഭാഗത്തിരിക്കുന്നുണ്ട്. ഞാനൊരു ഇലക്ട്രിക് മെഷീൻ വാങ്ങിയാൽ, ഒരു വാഷിംഗ് മെഷീൻ ഞാൻ പരിഗണിച്ച് വാങ്ങിക്കൊണ്ടുവന്നാൽ ആ സ്ഥാപനക്കാരനോട് ഞാൻ ആദ്യം പറയും, എനിക്കത് ഉപയോഗിക്കുന്നതൊന്ന് പഠിപ്പിച്ചു തരണം. അതിലെത്ര വെള്ളം വേണം, അതിലെത്ര എനിക്ക് ലിക്വിഡായിട്ടുള്ള വാഷിംഗ് ഉപയോഗിക്കണം, അതെത്ര മണിക്കൂർ കറങ്ങണം, അതിലേത് സ്വിച്ചൊക്കെ ഞെക്കണം എന്ന് ഞാൻ ചോദിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗം നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, ഇടപാടിന്റെ രംഗത്ത്, ജീവിതത്തിന്റെ ഒരു രംഗത്തും നിങ്ങൾക്ക് ദുഃഖം ബാധിക്കാതിരിക്കണമെങ്കിൽ ശ്രവിക്കപ്പെടുന്ന കോടാനുകോടി പിതാവിന്റെ ബീജത്തിലെ ഒരു നിസ്സാരമായിരുന്ന മനുഷ്യനെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് അള്ളിപ്പിടിപ്പിച്ച് രക്തപിണ്ഡമാക്കി അസ്ഥി നൽകി മാംസപിണ്ഡം കൊണ്ട് പൊതിഞ്ഞ് കണ്ണും കാതും ചെവിയും ചലിക്കാനുള്ള ശരീരത്തിന്റെ അവയവങ്ങളും ദഹിപ്പിക്കാനുള്ള ആമാശയങ്ങളും കാണാനുള്ള കണ്ണിന്റെ ഭംഗിയും തന്ന് ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയച്ച ആ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ ലോകത്തിന്റെ രക്ഷിതാവ് അള്ളാഹു പറയുന്നു, അവന്റെ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, മിൻ അയ്യു ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. അറിയണം മനുഷ്യരെ, നിങ്ങളൊരു നിസ്സാരനായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന വളർച്ചയിലേക്ക് റബ്ബ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? ഈ ഭൂലോകം വാരിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല. നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോടാനുകോടി സമ്പാദിച്ചവർ, ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് വെച്ചവർ, ആ മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ തിരിച്ചുപോയ കാഴ്ച നമ്മൾ കണ്ടു. എല്ലുകൊണ്ടാണല്ലോ ഈ ലോകം അടക്കി വാഴാൻ വേണ്ടി രാജ്യങ്ങൾ കീഴടക്കി പ്രതിരോധിച്ചിരുന്ന ഓരോ രാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും തന്റെ അനുയായികൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് കൊന്നൊടുക്കി കൈപ്പിടിയിലാക്കിയിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 34-ാമത്തെ വയസ്സിൽ ഒരസുഖം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ മയ്യത്ത്, ആ ശരീരം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ ശവമഞ്ചലിൽ നിന്ന് 2 കൈകളും ആ നാട്ടിലെ പുരോഹിതന്മാർ പുറത്തേക്കിട്ടു. പുറത്തേക്ക് നൂങ്ങിക്കിടക്കുന്ന കൈകളുമായി ആ ശവമഞ്ചൽ അദ്ദേഹത്തിന്റെ കുഴിമാടത്തിന്റെ അരികിലെത്തിയപ്പോ ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തിനാണ് പുരോഹിതരെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈ നിങ്ങൾ പുറത്തേക്കിട്ട് തൂക്കിയിട്ടത്? അന്ന് ആ രാജ്യത്തെ പുരോഹിതന്മാർ ആ രാജ്യത്തുള്ള ഓരോ ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുത്തു, ഈ കാണുന്ന രോഗങ്ങളെ, ഈ കാണുന്ന രാജ്യങ്ങളെ കൊന്നും കൊലപിടിച്ചും വെട്ടിപ്പിടിച്ചും അധികാരത്തിലേറി ഈ രാജ്യം മുഴുവനും, ഈ ലോകം മുഴുവനും എന്റെ ഉടമ കീഴിലായിരിക്കുമെന്ന് വാശി പിടിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ അവസാനത്തെ യാത്രയിൽ വെട്ടിപ്പിടിച്ച മുതലുകളോ, നേടിയെടുത്ത അധികാരമോ, നേടിയെടുത്ത അംഗബലമോ, നേടിയെടുത്ത പദവിയോ ഉപകാരപ്പെടാതെ 2 കൈകളും പുറത്തേക്കിട്ട് ഒന്നും കയ്യിൽ കൊണ്ടുപോകാതെയാണ് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുന്നതെങ്കിൽ ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള അവസാനത്തെ വാക്കാണ് ലോകത്തിന്റെ റബ്ബ് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഉഖറാ. വന്നതൊറ്റക്കാണെങ്കിൽ, തിരിച്ചു പോകേണ്ടതും ഒറ്റക്കാണെങ്കിൽ,
ആ തിരിച്ചുള്ള യാത്രയിൽ എന്റെയും നിങ്ങളുടെയും കൈകളിൽ ആ സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ടത് എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടാകണം. 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് തരുന്നൊരു യാത്രയയപ്പുണ്ട്. അതുവരെ സ്നേഹിച്ചിരുന്ന കുടുംബവും അതുവരെ നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നവരും 6 അടി മണ്ണിലേക്ക് വെച്ച് 3 പിടി മണ്ണ് വാരിയിടും. ഒരു പക്ഷേ ഉമ്മമാര് കണ്ടിട്ടുണ്ടാവില്ല. ഖബർ പറമ്പിൽ ചെല്ലുമ്പോ ആ ഖബറിലേക്ക് ഒരു മയ്യത്തിറക്കി വെക്കുമ്പോ ഖബറിലേക്ക് ഇറങ്ങി നിന്ന് മയ്യത്തിറക്കി വെച്ചവർ സ്ലേവ് ഇട്ട് മുകളിലേക്ക് കയറുന്ന സമയം ഒരു ഭാഗത്തു നിന്നും ഓരോരുത്തരും 3 പിടി മണ്ണ് വാരിയിട്ട് തുടങ്ങും. 3-ാമത്തെ പിടി മണ്ണ് ആ ഖബറും പുറത്തേക്ക് വീഴുന്ന സെക്കൻഡിൽ ഒരു ഭാഗത്ത് ആളുകൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, നിന്റെ ആങ്ങളെയാ, പടച്ചോൻ എന്റെ അനിയനാ, അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സുആൽ, ആ ഖബറിലിന്റെ സഹോദരന് നീ ധൈര്യം കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അവന്റെ പദവി മണ്ണിലേക്ക് വെക്കുന്നത് വരെയുള്ളൂ, അവന്റെ പണം മണ്ണിലേക്ക് വെക്കുന്നത് വരെയുള്ളൂ. ഈ ഭൂലോകത്തിന്റെ ചരാചരങ്ങളിൽ ഈ ലോകത്തിന്റെ കോടാനുകോടി സമ്പാദിച്ചവൻ മരിച്ചാലും പേര് മയ്യത്താണെങ്കിൽ റോഡ് വക്കിൽ ഷെഡ് കെട്ടി ബാധ്യതകളുടെ കൂമ്പാരത്തിൽ കടന്നു മരിച്ചവനും അവസാനം മണ്ണിക്കിറക്കി വെക്കുന്നത് മയ്യത്തെന്ന പേര് കൊണ്ടാണെങ്കിൽ നാദാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കഴിവ് ഈ ഖബർ കിടക്കുന്നവനിങ്ങി കൊടുക്കണേ നാദാ. ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാദാ. സർവ പാപങ്ങളും പൊറുത്ത് നിന്റെ സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ നാദാ. ഇന്നാളുകൾ 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് ആ ഖബറിലേക്ക് വെച്ച് തിരിച്ചു പോകുമ്പോ പടച്ച റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഖബറിൽ ആ 6 അടി മണ്ണിൽ മനസ്സമാധാനത്തോടെ കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഖബറിൽ വേദനാജനകമായ പരീക്ഷണങ്ങളും ശിക്ഷകളും അനുഭവിക്കണ്ടെങ്കിൽ ആ ഖബർ കിടക്കുന്ന സമയത്ത് നമുക്കാവശ്യമുള്ളത് ഈ ദുനിയാവെന്ന് നമ്മൾ കണ്ടെത്തി പോണം. ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് ഉപകാരപ്പെട്ടത് സമ്പാദിച്ചു പോണം. എന്താണ് ആ സമ്പാദ്യം? ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, ഇതാർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം, 1-2 ദീനാറിന്. കേട്ടു നിൽക്കുന്ന സഹാബാക്കൾ പറഞ്ഞു, റസൂലേ ആർക്കും വേണ്ട, അത് ചത്ത് പോയതാണ് നബിയെ. വീണ്ടും തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്കത് വെറുതെ കൊണ്ടുപോകാം. 1-2 സഹാബാക്കൾ ആ ആട്ടിൻകുട്ടിയുടെ അരികത്തിരുന്ന് അതിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, റസൂലേ അതിൽ പുഴു വളയ്ക്കുന്നുണ്ട്, പുഴുക്കളുണ്ട് നബിയെ, അത് ചത്തിട്ട് ചിലപ്പോൾ മണിക്കൂറുകളായിട്ടുണ്ട്. വീണ്ടും സഹാബത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള ചോദിച്ചു, ആർക്കെങ്കിലും ആ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ വേണോ? നിസ്സാരമായി കൽമലർത്തിക്കൊണ്ട് സ്വഹാബത്ത് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ അത് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളിൽ ഒരാൾ പോലും അതെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ചത്ത ആട്ടിൻകുട്ടിയുടെ തലഭാഗത്തിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന തിരുദൂതനോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ കരയുന്നത്? ആ ആട്ടിൻകുട്ടിയുടെ ചത്തത് കണ്ടിട്ടാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അല്ല സഹാബത്തെ, ഈ ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അല്ലാഹു തആല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ദുനിയാവെന്നാൽ നാദാപുരമല്ല, ദുനിയാവെന്നാൽ കോഴിക്കോട് നോർത്തോ സൗത്തോ അല്ല, ദുനിയാവെന്നാൽ കേരളക്കരയല്ല, ദുനിയാവെന്നാൽ ഇന്ത്യ മഹാരാജ്യമല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ ഭൂലോകത്തിന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കൊടുത്ത വില ഈ ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയേക്കാളും താഴെയാണ് എന്ന് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അവസാനത്തെ യാത്ര കഫം പടവ കാലിയാണെങ്കിലും കൈകൾ കാലിയാണെങ്കിലും മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖവുമായി നെറ്റിത്തടത്തിലെ വിയർപ്പുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം.
അതിനെന്തു വേണം? വേണ്ടത് ദുനിയാവിൽ വെച്ച് സമ്പാദിക്കണം. ഖബറിലേക്കുള്ള മുതലുകൾ സമ്പാദിക്കണം. ഖബറിലേക്കുള്ളതിനു വേണ്ടി അവസാന സെക്കൻഡ് വരെ ജീവിതം കൊണ്ട് പൊരുതി നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോ കുത്തുകെട്ടി വയറിന്റെ ഒരു ഭാഗം പിളർന്ന് ഭാര്യ ആത്തിക ബീവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന രംഗം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുത്തുകെട്ടി കിടക്കുന്ന രംഗം കണ്ടപ്പോ സഹാബാക്കൾക്ക് പള്ളിയിലേക്ക് കയറാൻ പ്രയാസം തോന്നി. ഓരോരുത്തരും സയ്യിദുനാന്റെ ചുറ്റും കൂടിയിരിക്കാൻ തുടങ്ങി. പലരും സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൈപിടിച്ച് സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന രംഗം. വേദനക്കിടയിലും സഹാബത്തിനോട് എന്തോ ഉച്ചരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി സഹാബാക്കൾ ആത്തിക ബീവിനോട് ഓർമ്മപ്പെടുത്തി, അല്ലയോ ആത്തിക, ഉമർ ഇബ്നുൽ ഖത്താബിന് അല്പ വെള്ളം കൊടുക്കണം. കയ്യിലുണ്ടായിരുന്ന അല്പ വെള്ളം ആത്തിക ബീവി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വായിലേക്ക് ഒഴിച്ചു. ആ വെള്ളം കുത്തേറ്റ് പളർന്ന വയറിന്റെ കുടലിനുള്ളിലൂടെ പുറത്തേക്ക് വരുന്നത് സഹാബത്ത് കണ്ടു. വീണ്ടും അവരൽപ്പം തേൻ ഒഴിച്ചു കൊടുത്തു. ആ തേനും വയറിലൂടെ പുറത്തേക്ക് വരുന്നത് കണ്ടു. മൂന്നാമതായി ചിലർ പാൽ ഒഴിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് പാൽ കുപ്പി നീട്ടിയപ്പോ വാപ്പൊത്തിപ്പിടിച്ച് തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കി അന്ന് സയ്യിദുന ഉമർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മരണം, എന്റെ യാത്ര എന്റെ റബ്ബ് നിശ്ചയിച്ചതാണെങ്കിൽ ഒരു പാലിനും ഒരു തേനിനും ഒരു വെള്ളത്തിനും എന്റെ ആയുസ്സിനെ നീട്ടാൻ സാധിക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയം ഉമർ അള്ളാന്റെ അരികിലേക്ക് മടങ്ങും. പക്ഷേ സഹാബത്തെ, എന്റെ മരണം നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജമാഅത്തെങ്ങാനും നഷ്ടപ്പെട്ടാൽ, ആ സമയമെങ്ങാനും പോയാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എഴുന്നേറ്റ് പോ സഹാബത്തെ, ചെന്ന് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കൂ, നമസ്കരിക്കൂ എന്ന് തന്റെ അവസാനത്തെ സെക്കൻഡിൽ പോലും കണ്ണുനീരോടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മത്സരിച്ചൊരു ജീവിതമായിരുന്നു. അവർ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും അള്ളാഹുവിന്റെ അരികിലേക്ക് എന്തുണ്ട് കൊണ്ടുപോകാൻ. അവസാനത്തെ യാത്രയിൽ ഭാരിച്ച മനസ്സുമായി അമലുകളുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ. അതുകൊണ്ട് അവര് സ്നേഹിച്ചത്, അതുകൊണ്ട് അവര് സൂക്ഷിച്ചത്, അതുകൊണ്ട് അവര് സാമ്പത്തിക രംഗം കൃത്യമാക്കിയത്, അതുകൊണ്ട് അവര് കുടുംബ ബന്ധം ചേർത്തത്, അതുകൊണ്ടാ പരസ്പരം കാരുണ്യം കാണിച്ചത്, അതുകൊണ്ടാ മനുഷ്യരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടാണെങ്കിലും അന്യന്റെ കാരക്കയുടെ ചീളുകൾ സ്വന്തം മുറ്റത്തേക്ക് വീഴുന്ന സെക്കൻഡ് പോലും ആ കാരക്കയുടെ കഷണങ്ങൾ മക്കൾ എടുക്കാതിരിക്കാൻ എടുത്ത് അതിൻ്റെ ഉടമയുടെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞത് മടക്കം മനസ്സമാധാനത്തോടെയാവണം എന്ന നീയത്തോടെയായിരുന്നു. ആ നീയത്ത് നമുക്കുണ്ടെങ്കിൽ മരണത്തിന്റെ മുൻപ് നമുക്ക് ചിലത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, നമുക്ക് ചിലത് ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് ചിലർ പറയുന്നത് പോലെ 50 വയസ്സായി, 60 വയസ്സായി, അല്ലെങ്കിൽ 70 80 വയസ്സ്, എന്തൊക്കെ നേടിയെന്ന് ചോദിക്കുമ്പം ചിലർ ആവേശത്തോടെ പറയും, 4 മക്കളുണ്ടായിരുന്നു, 3 പെണ്ണും ഒരാണും, 3 പെൺകുട്ടികളെയും നല്ല നിലക്ക് കെട്ടിച്ചു വിട്ടു, ആൺകുട്ടികൾ ഒരുത്തനും നല്ല നിലക്ക് ജീവിക്കുന്നുണ്ട്. മൂത്തോന്റെ മോക്ക് 10 A+ കിട്ടിക്കഴിഞ്ഞ SSLCക്ക് വലിയണം പഠിക്കാൻ താല്പര്യമുള്ള ഓളെ പഠിപ്പിക്കാൻ ബാംഗ്ലൂര് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇളയ മോന്റെ മക്കളെ കൂടെയാ ഞാനിപ്പം. ചെറിയ മക്കളൊക്കെ അൽഫിത്തറെ പോയി ഖുറാനൊക്കെ എനിക്ക് ഇങ്ങോട്ട് ഓതി തരും. അതൊക്കെ കേട്ട് തിന്ന് കുടിച്ച് കുടുംബം നോക്കി അങ്ങനെ ജീവിക്കുന്നു ഞാൻ എന്ന് പറയുന്ന രക്ഷിതാക്കളെ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കളും സമ്പത്തുകളും ഒക്കെ ദുനിയാവിലെ അലങ്കാരം മാത്രമാ. നാളെ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ ഖബറൊന്ന് വിശാലമാകാൻ, എനിക്കൊന്ന് നെഞ്ചു വിരിച്ച് പടച്ചോന്റെ മുൻപിൽ നിൽക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കേണ്ട കാലമാണിപ്പോ. അതേയുള്ളൂ കൂടെ പോരാൻ, അതേയുള്ളൂ കൂടെ കൊണ്ടുപോകാൻ. ഏത് സെക്കൻഡിലും മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ യാത്രയാക്കിയ ഭാര്യയെ കാണാനെത്തുമെന്നോ, വാപ്പയെന്ന് വിളിച്ച് പിന്നാലെ വന്ന മക്കളെ തിരിച്ചു മക്കളെന്ന് വിളിക്കാനോ എനിക്ക് അല്ലാഹു അവസരം തരുമെന്ന് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു ജീവിതം. അതുകൊണ്ടല്ലേ ഒരായുസിന്റെ സ്വപ്നങ്ങളുമായി 4 പെൺമക്കളെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു കുടുംബത്തിൽ ചീറിപ്പാഞ്ഞു വന്നൊരു ലോറി 4 മക്കളുടെ മുഖത്തേക്കും കമന്നു വീണപ്പോ 4 കുടുംബങ്ങളും തോരാത്ത കണ്ണീരുമായി 4 പെൺമക്കളുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ നെഞ്ചുപൊട്ടി ഒരു വാപ്പയും ഉമ്മയും ജീവിക്കുന്നുണ്ടെങ്കിൽ മടക്കം പടച്ചോന്റെ അടുത്തേക്ക് നിശ്ചയിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും.
അതേത് സെക്കൻഡും അള്ളാന്റെ അരികിലേക്ക് ഒരുങ്ങി നിൽക്കണം. ആ ഒരുക്കത്തിന് വേണ്ടി നമുക്കുള്ള ഒന്നാമത്തെ സമ്പത്ത്, ആ ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്നത്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ ബിസലാസിൻ, 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ സമ്പാദിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന്റെ ഖബർ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ഖബർ അള്ളാഹു ഭംഗിയാക്കി കൊടുക്കും. അതുകൊണ്ടാ ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകും. ആ ഖബർ കണ്ട റസൂലുള്ള പെട്ടെന്ന് അവിടെ അങ്ങിരിക്കും. കയ്യിലുണ്ടായിരുന്ന ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ആ ഖബറിന്റെ പുറത്തിങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തിക്കൊണ്ടിരിക്കും. സഹാബത്ത് ചോദിക്കും, നബിയെ എന്തേ ഒരു സങ്കടം? ആ നനവ് മാറാത്ത ഖബർ നോക്കി, ഇന്നലെയോ മെനയാന്നോ അടക്കം ചെയ്ത ആ മണ്ണുണങ്ങാത്ത ഖബർ നോക്കി അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ കണ്ണുനീരോടെ പറയുന്നുണ്ട്, ഈ ഖബർ കിടക്കുന്നോൻ ഇപ്പോ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും പടച്ചോനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് കിടക്കുന്ന ഒരുവന്റെ ഖബറാണിത്. നാളെ പടച്ചോന്റെ ഖബറിലേക്ക് ചേർന്ന് കിടക്കുമ്പോ ദുനിയാവിൽ പലതും കിട്ടിയിട്ടും കിട്ടാതെയും മോഹിച്ചിട്ടും മോഹം നഷ്ടപ്പെട്ടും ജീവിച്ചവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഖബറിലേക്ക് കിട്ടുമെന്നുറപ്പുള്ള ഒന്ന്, വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വന്തം വാപ്പക്കും ഉമ്മക്കും വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. ഞാൻ പറയാറുണ്ട്, എൻ്റെ വാപ്പയോടും ഉമ്മയോടും ഞാൻ അന്നും ഇന്നും പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം എന്നെ അറബി കോളേജ് കൊണ്ട് ചാക്കാൻ പറ്റി എന്നുള്ളതാ. കാരണം 2003 മുതൽ എന്നെ കൊണ്ട് സാധ്യമാകുന്ന സ്ഥലത്തൊക്കെ ചെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 9:30 മണിക്ക് പോലും ഇശാഉം നമസ്കരിച്ച് അല്പനേരം സംസാരിച്ചിരുന്ന് പറ്റുമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരെയും ഒന്ന് ഫോണെങ്കിൽ വിളിച്ച് കിടന്നുറങ്ങാൻ കിടക്കപ്പായയിൽ പുതപ്പിട്ട് കിടക്കുന്ന ആ 2 വൃദ്ധന്മാർക്ക്, ആ സാധുക്കൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇസ്സത്തും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യവും അവരെന്നെ പഠിപ്പിച്ച ദീന് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തും ജീവിതത്തിൽ പകർത്തിയും ഞാൻ ജീവിക്കുക എന്നുള്ളതാ. അതെനിക്ക് നേടിത്തരാൻ അവരെ സഹായിച്ചത് അറബി കോളേജുകളാണെങ്കിൽ ആ അറബി കോളേജുകളാണ് രക്ഷിതാക്കളെ നമ്മുടെ നാട്ടിലുള്ളത്, നമ്മുടെ പ്രദേശത്തുള്ളത്, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ളത്, നമ്മുടെ സംഘടനകൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവനവന്റെ സമ്പത്തുകളിൽ നിന്ന് വേർപ്പൊഴുക്കി സമ്പാദിച്ചതിൽ നിന്ന് ബിൽഡിങ്ങുകളായും കോടികളായും ഭക്ഷണമായും ഈ കേരളക്കരയിലെ 100 കണക്കിന് 1000 മക്കളുടെ വിശപ്പകറ്റാനും അവരുടെ ഹൃദയത്തിൽ വിജ്ഞാനത്തിന്റെ തെളിവ് കൊടുക്കാനും ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം നാട്ടിൽ, സ്വന്തം മഹല്ലിൽ, സ്വന്തം പ്രദേശത്ത്, ജില്ലയിൽ ഒരു അറബി കോളേജ് ഉണ്ടായിട്ടും ആ അറബി കോളേജിന്റെ പടിക്കെട്ടുകൾക്കുള്ളിൽ ചെന്ന് ആരാണ് റബ്ബെന്നും എന്തിനാണ് ജീവിതമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നാളെ ഒരു മടക്കമുണ്ടെന്നും മടക്കത്തിന്റെ മുൻപ് സമ്പാദിക്കണമെന്നും സ്വന്തം മക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കാൻ പറ്റാത്തൊരു മാതാപിതാക്കളാണെങ്കിൽ കിട്ടില്ല. ആ മക്കളുടെ നാവുകളിലൂടെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഒരു പ്രാർത്ഥന, വവലദുൻ സ്വാലിഹുൻ, മക്കള് സ്വാലിഹീങ്ങളാവണം. ഇന്ന് ചില രക്ഷിതാക്കൾ പറയുന്നത് പോലെ ഞാൻ അവനെ പഠിപ്പിച്ചു, വിദേശത്ത് ജോലി വാങ്ങിക്കൊടുത്തു, അവൻ നാട്ടിൽ വരുമ്പോ ഇടക്കിടക്ക് പള്ളിയിൽ വരും. ഇനി അതല്ല സ്വദേശത്ത് തന്നെയാവട്ടെ, നേരം വെളുത്തിട്ട് പോകുന്നു, തിങ്കൾ ടു വ്യാഴം വരെ, തിങ്കൾ ടു ശനി വരെ അവനെ കൊണ്ട് പറ്റുന്നത് അവൻ അധ്വാനിക്കുന്നു. ഓൻ ജോലിക്കാരനാ, ഓൻ ജോലിയുള്ളവനാ, മാസത്തിൽ ശമ്പളം കിട്ടുന്നവനാ എന്ന് പറഞ്ഞ് മക്കളുടെ ഭൗതിക വലിപ്പത്തിൽ ആനന്ദം കണ്ടും സന്തോഷം പ്രകടിപ്പിച്ചും ജീവിക്കുമ്പോ അതല്ല രക്ഷിതാക്കളെ, അവൻ പഠിക്കട്ടെ, അവൻ ദീന് അല്ലെങ്കിൽ ദുനിയാവ് പഠിക്കട്ടെ, പക്ഷേ അതോടൊപ്പം അവനിൽ അല്ലാഹ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ മക്കയിലെ അറഫ മൈതാനിയിൽ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോ 1,00,000-ലധികം സഹാബാക്കൾ അന്ന് അറഫ മൈതാനിയിൽ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് സഹാബത്തിനോട് തന്റെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാന വാക്കിങ്ങനെയായിരുന്നു, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ, ഹാജറുള്ളവർ അറിഞ്ഞ സത്യം അറിയാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുക്കട്ടെ. അന്ന് ആ പ്രസംഗം കേട്ട സഹാബാക്കൾ, ഖുതുബ കേട്ട സഹാബാക്കൾ അന്ന് അറഫ മൈതാനിയിൽ നിന്ന് അവരുടെ ഒട്ടകം, അവരുടെ കുതിരകൾ എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് അവിടേക്ക് അവർ പുറപ്പെട്ടു. കടലുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, പശ്ചിമേഷ്യയിലും യൂറോപ്പിലും, എന്തിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരളക്കരയിൽ പോലും മാലിക്കും ദീനാറും കുട്ടരുകൾ വന്നു.
ചുട്ടുപരുത്ത മരുഭൂമികളിലൂടെ വേച്ച് നടക്കുന്ന സഹാബത്തിന്റെ കാലിന്റെ അടികൾ തീപ്പൊള്ളലേറ്റതുപോലെ മരുഭൂമിയുടെ ചൂട് കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞപ്പോ ഈത്തപ്പന നാരുകൾ കൊണ്ട് കാലിന്റെ അടിയിൽ കെട്ടിവെച്ച് ആ കാലുകൾ ഉപയോഗിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് വചനം, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് വചനം ഈ ഭൂലോകത്തെ പരിചയപ്പെടുത്താനും പഠിപ്പിക്കാനും വേണ്ടി അന്നത്തെ സഹാബത്തും ലോകത്തിലേക്ക് നിക്ഷയിക്കപ്പെട്ട സഹാബാ കൂട്ടങ്ങളും അധ്വാനിച്ച് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്നും കേരളക്കരയിൽ ഒരാളുടെയും ജാറം മൂടാതെ, ഒരാളുടെയും മക്കബറ മൂടാതെ, ഒരന്ധവിശ്വാസത്തിനും ചൂഷണത്തിനും മതത്തെ വിട്ടുകൊടുക്കാതെ നെഞ്ചത്ത് കൈകെട്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് രോഗശമനത്തിന് അള്ളാഹുവിന്റെ അരികിലേക്ക് പ്രാർത്ഥിച്ച് ആ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവര് ചെയ്ത പ്രബോധനം, അവര് കാണിച്ച പ്രബോധനം, അവര് സഹിച്ച ത്യാഗങ്ങൾ എന്തിനേറെ ഇന്ന് ഈ കേരളക്കരയിൽ പോലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദാദാപുരത്ത് എങ്ങനെ വെളിച്ചമുണ്ടായി, കേരളക്കരയിൽ എങ്ങനെ വെളിച്ചമുണ്ടായി. ഉണ്ടായിരുന്നു കേരളത്തിനും ഒരു കാലഘട്ടം 9 മാസം ഗർഭിണികളായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിലെഴുതി ആ പെണ്ണിനെ കുടിപ്പിച്ച കാലഘട്ടം. ഡോക്ടറെ കാണാൻ പോകരുതെന്നും പോകുന്നത് ശിർക്കാണെന്നും ഒരിക്കലും ഡോക്ടർമാരെ സമീപിക്കരുതെന്നും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചൊരു കൂട്ടരുടെ കാലഘട്ടം. അപസ്മാരം ബാധിച്ച മക്കളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പള്ളി ഉസ്താദിമാരെ എഴുതി കൊടുക്കുന്ന, മന്ത്രി ചൂതിക്കൊടുക്കുന്ന ഏലസുകളും ആ ഏലസിന്റെ ഉള്ളിലുള്ള ബസ് ടിക്കറ്റുകളെ കൊണ്ടും സ്വന്തം മക്കളുടെ മരണം കൺമുൻപിൽ കാണേണ്ടി വന്ന ഹതഭാഗ്യവാന്മാരായ രക്ഷിതാക്കൾ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. കിടന്ന പായയിൽ നിന്ന് പെണ്ണങ്ങാനും ഉരുണ്ടുമാറിയാൽ അവളെ ജിന്നു കൊണ്ടുപോയതാണെന്നും അതുകൊണ്ട് അടിച്ചിറക്കണമെന്നും സമൂഹത്തെ പരിചയപ്പെടുത്തി ഇരുട്ടുള്ള മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പള്ളിച്ചെരുവുകളിൽ കൂടുകൾ ഉണ്ടാക്കി പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനം അടിച്ചിറക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആരെയും ഭയക്കാതെ തൗഹീദ് പറഞ്ഞ് അള്ളാഹ് ഏകത്വത്തിൽ പ്രഖ്യാപിച്ച് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് വേണ്ടി പ്രയത്നിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അലവി മൗലവിയെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, NV അബ്ദുസ്സലാം മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, അല്ലെങ്കിൽ അമാനി അലവി മൗലവിമാരെ പോലെ കേരളത്തിന്റെ മുക്കമൂലകളിലേക്ക് നടന്ന് ഈ ആദർശ പ്രബോധനത്തിന്റെ കണ്ണികളായിരുന്നുണ്ടെങ്കിൽ ഇന്നും ഒരു ജാറത്തിങ്കൽ പോകാതെ ശിർക്ക് ചെയ്യാതെ എന്റെയും നിങ്ങളുടെയും വാപ്പമാര് മരിക്കുന്നുണ്ടെങ്കിൽ ആ കൂലി പോകുന്നത് വക്കം മൗലവിയുടെ കബറിലേക്കാ, മക്തി തങ്ങളുടെ കബറിലേക്കാ, അല്ലെങ്കിൽ അലവി മൗലവിയുടെ കബറിലേക്കാ, അമാനി മൗലവിയുടെ കബറിലേക്കാ. നാളെ എന്റെ തലമുറ പേച്ചു പോയാൽ, എന്റെ മക്കൾ നിരീശ്വരവാദത്തിലെത്തിയാൽ, മുജാഹിദായ കുടുംബങ്ങളിൽ പോലും എന്തിനു മതം, എന്തിനു പർദ്ദ, എന്തിനിങ്ങനെ ഒരു ജീവിതം ആസ്വദിച്ച് തീർക്കണമെന്ന് മക്കൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ആ മക്കളുടെ മനസ്സിൽ ലിബറലിസം വളരുന്നുണ്ടെങ്കിൽ, അതിന്റെ ലക്ഷണങ്ങളും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, വവലദുൻ സ്വാലിഹുൻ, മക്കളെ സ്വാലിഹീങ്ങളാക്കണം. അതിന് അറബിക് കോളേജ് തന്നെ മതി എന്നെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷേ 7ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ മദ്രസയിൽ പോയൊരു മകന് പിന്നെ കിട്ടുന്ന വിദ്യാഭ്യാസം ഏതെങ്കിലും പള്ളിയിൽ ജുമുഅക്ക് 12:50 നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ മാത്രമാ. അതുപോരാ. എന്റെ മക്കൾ അറിവ് നേടണം. അവന്റെ ബുദ്ധി വളരുന്ന ഒരു പ്രായമുണ്ട്, ടീനേജ് പ്രായം വിടുന്ന അവന്റെ 19, 20 ആ കാലഘട്ടം. എന്റെ മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചതിനേക്കാൾ അറബിക് കോളേജിൽ നിന്ന് പഠിക്കണം. അറിയണോ എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചപ്പോ എടവണ്ണ ജാമിയ നദിബിയയിൽ നിന്ന് മാഹുവ തൗഹീദ് എന്ന് ചോദിച്ച എന്നെ ആ തൗഹീദ് എന്തെന്നറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഷർത്തുകൾ, ഇസ്ലാമിന്റെ മത്നുകൾ, ഇസ്ലാമിന്റെ സുന്നത്തുകൾ ഇതെന്തൊന്നു പോലും അറിയാത്ത കാലഘട്ടത്തിൽ നിന്ന് തൗഹീദും ഷർത്തും മത്നും അതിനേക്കാളേറെ ഹലാലായതും ഹറാമായതും മുൻഗാമികൾ കെട്ടിവെച്ചതും പറഞ്ഞു പരത്തിയതിൽ നിന്ന് എന്റെ ഇസ്ലാമിനെ എനിക്ക് പഠിക്കാൻ പറ്റിയത് എന്റെ രക്ഷിതാക്കൾ എന്നെ പ്രേരിപ്പിച്ച അറബിക് കോളേജുകളിൽ നിന്ന്. ആ അറബിക് കോളേജുകളിൽ നിന്ന് കിതാബുകൾ തെരഞ്ഞ് കിതാബുകൾ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് എന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റിയപ്പോ ഞാൻ മാത്രമല്ല, എന്റെ രക്ഷിതാക്കൾ, എന്റെ പെങ്ങൾ, എന്റെ അനിയന്മാർ, അതിനേക്കാളേറെ എന്റെ നാടിനെ എനിക്ക് മാറ്റാനും തിരുത്താനും സാധ്യമാകുന്ന ഒരൽപ്പ പ്രവർത്തകനാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളെ ദീനീ ചിട്ടയിൽ മക്കളെ കൈപിടിക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവണം. അവർക്കറിയിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ ഇസ്സത്ത്. പ്രത്യേകിച്ച് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമ പ്രവർത്തകൻ മുസ്ലിമായ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, ഏക സിവിൽ കോഡിനെ പറ്റി എന്താ പെൺകുട്ടികളുടെ അഭിപ്രായം?
പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി ഏറെയും അത്ഭുതപ്പെടുത്തുന്നതാ. ഒരേ നിയമം വരികയാണെങ്കിൽ വരട്ടെ, ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനമെങ്കിൽ കത്തിക്കട്ടെ, ഒരുമിച്ച് അങ്ങനെ അടക്കാനാ തീരുമാനമെങ്കിൽ ആവട്ടെ. കാരണം മക്കൾക്കറിയില്ല ഏക സിവിൽ കോഡ് ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ. കാരണം ഒരു പെൺമക്കൾക്കും ആൺമക്കൾക്കും അറിയിച്ചു കൊടുക്കണം, മക്കളെ, വാപ്പ മരണപ്പെട്ട് കിടക്കുമ്പം വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് 3 വള്ളപ്പടവയിൽ പൊതിഞ്ഞ് കർപ്പൂരത്തിന്റെ വെള്ളവും ചേർത്ത് 6 അടി കട്ടിലിന്റെ 6 കാലുള്ള കട്ടിലിൽ തോളത്തെടുത്ത് അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിന്റെ 1-ാമത്തെ സഫിൽ കൊണ്ടുവച്ച് വാപ്പാന്റെ നെഞ്ചു നോക്കി, വാപ്പാന്റെ മുഖം നോക്കി, വാപ്പ എന്ന തണല് നോക്കി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന് പറഞ്ഞ് വാപ്പാന്റെ ഖബറിലേക്ക് എടുത്തു വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് എന്റെ ജീവനായിരുന്ന, എന്റെ തണലായിരുന്ന എന്റെ പൊന്നുപ്പയാണ് റബ്ബേ എന്ന് പറയുന്ന മഹത്വവും ഒരുമിച്ച് കത്തിക്കുന്ന മഹത്വവും ഒന്നല്ല മക്കളെ എന്നറിയിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാക്കാൻ മുൻപിൽ. വൈവാഹിക രംഗത്ത് പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ആൺമക്കളിൽ ചിലർക്ക് താല്പര്യമില്ല, പെണ്ണ് കിട്ടുന്നില്ല. കാരണം മക്കളുടെ മനസ്സിൽ കൊത്തിവെക്കാൻ തുടങ്ങി, ഇപ്പൊ തന്നെ വിവാഹം എന്ന ബാധ്യത ഏറ്റെടുക്കാൻ പാടില്ല. എന്തിനാണ് ഇന്റെ അടിമയാവണം? ഇതാ ചോദ്യം. ഫെമിനിസ ചിന്താഗതികളിലേക്ക് മക്കളെ കൊണ്ടുവരാൻ തുടങ്ങി. സ്ത്രീ വിദ്യാഭ്യാസവും പുരോഗമനവും കൊടുത്തിട്ടും ജീവിതത്തിലേക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത മാതാപിതാക്കളും മക്കളുമായി. ഞാൻ ആക്ഷേപിക്കുകയല്ല, ചിന്തിച്ചു നോക്കൂ. അവസാനം വിവാഹ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന്, പിന്നീട് ലഹരിയിലും അതിനേക്കാളേറെ മാരകമായ പലതിലും ചെന്ന് ചേർന്ന് ജീവിതം നശിപ്പിക്കുന്ന എത്ര പെൺകുട്ടികൾ. ഇക്കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിനും ഇക്കഴിഞ്ഞ ആഘോഷങ്ങൾക്കും കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചതാരാ? ആണുങ്ങളല്ല, പെൺകുട്ടികളാ. കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന്റെ തലേന്ന് രാത്രി കുടിച്ച് ലക്കുകെട്ട് കൂത്താടുന്ന 100ഓളം പെൺമക്കളുടെ ചിത്രങ്ങൾ പല ബീച്ചുകളിലും തെരുവോരങ്ങളിലും ഇന്നത്തെ മീഡിയകൾ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ മക്കൾക്ക് ദിശാബോധം കൊടുക്കാൻ വിളക്കുമാടങ്ങളായി പള്ളികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്ന അറബി കോളേജുകളും മദ്രസകളും നാടിന്റെ പുരോഗമനമായിട്ട് കണ്ടെത്താൻ സാധിക്കണം. ഒരു നാടിന്റെ ഇസ്സത്താണത്. നല്ല മദ്രസകളും നല്ല അറബി കോളേജുകളും മരിച്ചാലും ഖബറിലേക്ക് കിട്ടുന്ന വലിയ പ്രാർത്ഥനയുടെ വിളക്കുമാടങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ അറബി കോളേജുകളും നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൂടെയുണ്ടാവണം. പലപ്പോഴും എൻ്റെ ചെറുപ്രായത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് KP മുഹമ്മദ് മൗലവി, അതോടൊപ്പം NP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ ജാമിയ നദവിയെ വളർത്തിയത്. ഇവിടെയും കേട്ട പോലെ ചരിത്രം. അന്നത്തെ കാലഘട്ടത്തിൽ ആരോ കൊടുക്കുന്ന പുഴുക്കലരി വന്ന് കൊണ്ടിച്ച് പൊഴുങ്ങുമ്പോ ആ പുഴുക്കലരിയിലുള്ള പുഴുക്കളെ കണ്ട് കുടിക്കാൻ വെപ്രാളപ്പെടുന്ന മക്കൾക്ക് മുൻപിൽ അല്പം തേങ്ങ ചിരണ്ടിയിട്ട് കുടിപ്പിച്ചാൽ മതി, തേങ്ങയുടെ മറവിൽ ആ ചെറു പുഴുക്കളെ കാണില്ല എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതോടൊപ്പം ആ മക്കളെ കൊണ്ട് കേരളത്തിന്റെ വെളിച്ചം തെളിയിച്ച ആ മഹാരഥന്മാരുടെ ചരിത്രമാണ് ഏത് അറബി കോളേജിന്റെ പിന്നിലുമുള്ളതെങ്കിൽ, ഇതിന്റെ പിൻഭാഗത്തിരിക്കുന്ന ഇതിന്റെ നേതാക്കന്മാരുടെ ചരിത്രത്തിന്റെ പിന്നിലും 1000 ത്യാഗങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ നമ്മക്കതുമായിട്ട് സഹകരിക്കാൻ എങ്ങനെ? പണം കൊണ്ടല്ല, മക്കളെ കൊണ്ട്, തന്റെ സന്താനങ്ങളെ കൊണ്ട്, സഹകരണങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് അറബി കോളേജുകൾ നശിച്ചതുപോലെ ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരു നാശം എല്ലാ അറബി കോളേജുകൾക്കും സംഭവിക്കും. അതില്ലാതിരിക്കാൻ അവനവന്റെ മക്കൾക്ക് ദീനീ ചിട്ടയും ജീവിതത്തിന്റെ ലക്ഷ്യബോധവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങൾ വളർന്നു വരട്ടെ. അതിന് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുന്നുവോ അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം. എല്ലാവരും ധനാഢ്യരല്ല, പണം കൊണ്ടേ സഹായിക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കണ്ട. ഒരിക്കൽ വലിയൊരു സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. അവർ പറഞ്ഞു, നബിയെ, എന്തെങ്കിലും കഴിക്കാനും സൗകര്യങ്ങൾ ചെയ്യാനും എന്തെങ്കിലും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്റെ 2 കീശകളും ആ ഒരു വലിയ പരുക്കൻ കോട്ടിന്റെ കീശകളൊന്ന് തപ്പി നോക്കി. അവസാനം വീട്ടിൽ ചെന്നു തന്റെ അലമാര, ചെറിയ ഈത്തപ്പനയുടെ തടിക്കഷണങ്ങളൊക്കെ ഒന്ന് പരതി നോക്കി. ഒന്നുമില്ല എന്ന് കണ്ട് കണ്ണീരുമായിട്ട് നിൽക്കുന്ന തിരുദൂതനോട് ആയിഷ ബീവി ചോദിച്ചു, എന്തേ നബിയെ? റസൂലുള്ള പുഞ്ചിരിയോടെ കണ്ണീരോടെ ചോദിച്ചു, ആയിഷ, നിന്റെ കയ്യിൽ വല്ലതുണ്ടോ എന്നെ ഒന്ന് സഹായിക്കാൻ? ഒരു വലിയ സംഘം വന്നിട്ടുണ്ട് ആയിഷ, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം, എന്തെങ്കിലും ഉണ്ടോ? ആയിഷ ബീവി കൈമലർത്തിയിട്ട് പറഞ്ഞു, റസൂലേ, അങ്ങ് തന്ന പച്ചവെള്ളമല്ലാതെ 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അവസാനം ഓരോ ഭാര്യമാരെ വീട്ടിലേക്കും
തിരുദൂതൻ കയറി ചെല്ലും. എല്ലാ ഭാര്യമാരും കൈമലർത്തി അവസാനം കണ്ണുനീരോടെ അതേ പള്ളിയിലെ സദസ്സിന്റെ മുൻപിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിങ്ങിപ്പൊട്ടുന്നത് കാണുമ്പം സഹാബത്ത് ചോദിക്കും, എന്തേ നബിയേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കണ്ണീരോടെ പറയും, ഞാൻ പാപ്പരാ സഹാബത്തെ, ആർക്കെങ്കിലും സഹായിക്കാൻ വകുപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. സഹാബാക്കളിൽ ചിലർ വീട്ടിലേക്ക് ഓടി കിട്ടാവുന്നതെടുത്ത് തിരിച്ചു വന്നു. ചരിത്രം പറയുന്നുണ്ട്, ചിലരെ കയ്യിൽ ഒരു ചുവന്ന ഉള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വയം ഉരുകിയും സ്വയം ശ്രമിച്ചും സ്വയം പരിശ്രമിച്ചും കിട്ടാതാകുമ്പോ കണ്ണുനീരോടെ മാത്രമേ അള്ളാഹുവിന്റെ റസൂലുള്ള മറ്റൊരാളെ നേരെ കൈനീട്ടിയിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് 1 രൂപയാണെങ്കിൽ, ഒരു 10 ആണെങ്കിൽ, ഒരു കല്ലാണെങ്കിൽ, ഒരു ചാക്ക് സിമന്റ് ആണെങ്കിൽ, എൻ്റെ നാട് വളരണം, അതിലൂടെ കേരളത്തിലെ ഓരോ മുവഹിദീങ്ങളുടെ കുടുംബവും ഭംഗിയായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാവാത്ത കാലത്തോളം പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളെ സ്ഥാപനങ്ങളും നമ്മളെ സദസ്സുകളും നശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ ഏത് കാര്യം മുമ്പോട്ട് പോകണമെങ്കിലും പണം വേണം. ഞാൻ പറയാറുണ്ട്, ഞാൻ അവസാനിപ്പിക്കാട്ടോ, 5 വക്ത് നിസ്കരിക്കാൻ വലിയ ചെലവില്ല. നിസ്കാരത്തിന് ചെലവുണ്ട് എന്നാലും തെറ്റിദ്ധരിക്കാനും പാടില്ല. കാരണം നിസ്കാരത്തിലും നോമ്പിലും ഒക്കെ ചിലർ വലിയ ആവേശ, കാരണം അതിനൊരു ചെലവുമില്ല. ഒതു എടുക്കാൻ 200 റുപ്യയും നിസ്കാരത്തിന് 350 റുപ്യ ഒക്കെ നോക്കൂ. നാദാപുരത്ത് നല്ല കേരളത്തിലെ പല പള്ളികളിലും ചിലപ്പോൾ ആള് കുറയും. ഈമാൻ എന്ന് പറഞ്ഞാൽ അവനാൻ സമ്പാദിച്ചതിൽ നിന്നും സംരക്ഷിച്ചു വെച്ചതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാനാ. ഞാനൊക്കെ പറയാറുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് ഒരിക്കൽ മാത്രമേ ഞാൻ വിദേശത്ത് പിരിവിന് പോയിട്ടുള്ളൂ, 2012. അന്ന് ഞാൻ കീറിയിട്ടതാ, ഇനിയൊരു പിരിവിന് പടച്ചോനെ എനിക്ക് പോകേണ്ട അവസരം വരരുതേന്ന്. അതെന്താ കാരണം എന്നറിയോ? വിദേശത്ത് ചെന്ന് 23-ാമത്തെ ദിവസവും 1 ഉറുപ്യ കിട്ടാതെ എങ്ങനെ, ഇന്ന് പറഞ്ഞതുപോലെ മരുഭൂമി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പം മുൻപൊരു പ്രസംഗം കേട്ടൊരു ചെറുപ്പക്കാരൻ ഇരുചക്രവാഹനത്തിൽ പിസ ഡെലിവറി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് വാഹനം നിർത്തി ചോദിച്ചു, നിങ്ങൾ വന്ന കാര്യം എന്തോ ആയോ? ഞാൻ പറഞ്ഞില്ല, തിരിച്ചു പോകേണ്ട പൈസ പോലും കിട്ടുമെന്ന് ഉറപ്പില്ല. അന്ന് 750-800 ഉറുപ്യ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന ഒരു മാസത്തിൽ 800-850 രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന ആ പിസ ഡെലിവറി ചെയ്യുന്ന ചെറുപ്പക്കാരൻ 10-25 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്കൊക്കെ പിസ എത്തിച്ചിട്ട് പറന്ന് ആ ഒരു 6 വരി പാതന്റെ ഉള്ളിൽ കൂടെ വെപ്രാളപ്പെട്ടു കുടുംബം തലയിലേറ്റി മരണപ്പാച്ചിൽ പായുന്നോൻ 100 ഉറുപ്യ എടുത്തു തന്നപ്പം അന്ന് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഓൻ പറഞ്ഞു, നല്ലൊരു കാര്യത്തിനല്ലേ, നടക്കട്ടെ, മരിച്ചപ്പതൊക്കെയല്ലേ ബാക്കിയുണ്ടാവും. അങ്ങനെ കൊടുത്തവരെ കൊണ്ടും സമ്പാദിച്ച അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാണ്. അതിനുശേഷം പലപ്പോഴും പ്രഭാഷണത്തിനൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഒരുപാട് പൈസക്കാരെ മുൻപിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും. കേരളത്തിൽ നിന്ന് പോയവര് ഒരു മടുപ്പുമില്ലാതെ പലരും അങ്ങനെ എടുത്തു കൊടുക്കും. എങ്ങനെ? അവനാൻ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ബിസിനസ്സിലിറക്കി ഒരുപാട് രാത്രി കണക്കുകൂട്ടി ശരിയാകുമോ അല്ലേ എന്നൊക്കെ ബേജാറായി ജീവിച്ചുണ്ടാക്കിയ മുതല് നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. അത് തന്നെയാ നാട്ടിലുള്ളവരെയും ചില അവസ്ഥ. ചിലർ മാസശമ്പളത്തൊന്നും ഇങ്ങോട്ട് മാറ്റിവെക്കും, അതിൻ്റെ കബറിലേക്കുള്ളതാണ്. എത്ര വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയോ? അതാദ്യം മാറ്റി വെച്ചിട്ട് പറയും അതിൻ്റെ കബറിലേക്കുള്ളതാ, കൈമ കിട്ടിയ ചെലവാക്കാൻ എളുപ്പം കഴിയും, പക്ഷെ ഇത് മാറ്റി വെച്ചിട്ടില്ല, എനിക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല എന്ന്. ഇന്ന് എത്ര കോടികളുടെ വഖഫ് സ്വത്തുകൾ കേരളക്കരയിലുണ്ട്. ഒരു കാലത്ത് സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് വെട്ടിപ്പിടിച്ചതിൽ നിന്ന് അവനാന്റെ കബറൊന്ന് ഭംഗിയാവണമെന്ന് ചിന്തിച്ചു കൊടുത്തുപോയവര്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ മരിച്ചോയാ നമ്മളെ 10 ഉറുപ്യ എന്ന് പറയാൻ ഏത് ബിൽഡിങ് എന്ന് പറഞ്ഞാൽ അവനാന്റെ വീടല്ല, അത് മെലേക്കൊടുത്തതും ഡിഷ് ആകാത്തേക്ക് തുറന്നു വെച്ചതും പോർച്ചൊന്ന് ആദ്യത്തെ പൊളിച്ചിട്ടൊന്ന് ഗ്ലൂസാക്കിയതും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപയോഗം ഇല്ലാണ്ട് 4 മൂലയിൽ വലിയ ഭീമ വാർത്തതും അവനാന്റെ കബറിലേക്ക് ഉണ്ടാവുമെന്ന് ചിന്തിക്കണ്ട. മറിച്ച് ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഒരു അറബിക് കോളേജിൽ, എന്തിന് ഒരു മൂത്രപ്പൊരന്റെ വാതിലെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ആ മൂത്രപ്പുരയിൽ ഒരാൾ കയറി എനിക്ക് കൂലി കിട്ടാണ്ടോന്ന് ഞാൻ കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ അല്ലട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ നാടും നമ്മളെ പ്രദേശവും ഇനിയും വികസിക്കണമെങ്കിൽ മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന്റെ കബറ്, അദ്ദേഹം അടക്കമുള്ള മുഴുവൻ മഹാരഥന്മാരുടെയും കബറ്, ഉലമാക്കളുടെ കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മരണത്തിന്റെ തൊട്ടു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എത്ര കാലം നമ്മൾ മറ്റുള്ളവരെ നോക്കി നിൽക്കും, നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാലത്താ ഒന്നാഞ്ഞു ശ്വാസം വിടാൻ പോലും പടച്ചോൻ നമുക്കൊരു ധൈര്യം തരിക. ആ ആഞ്ഞു വലിക്കാൻ ശ്വാസം പടച്ചോൻ തന്ന കാലമാണോ കൺമുൻപിൽ നിന്ന് ചിന്തിക്കണം. പലതുകൊണ്ടും പടച്ചോൻ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്.
പണം, ഭക്ഷണം എല്ലാം. ഞാൻ പറയാറുണ്ട്, ഭക്ഷണം പടച്ചോൻ ഒരു കാലത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ വല്യമ്മയൊക്കെ മരിക്കുന്നത് വരെ പറഞ്ഞിട്ടുണ്ട്, അന്ന് വയലുകളിൽ നെല്ല് കുത്താൻ പോയിട്ട് പിന്നെ ആ നെല്ലുണ്ടായിക്കഴിഞ്ഞാൽ അതിടിച്ച് മാറ്റുന്ന സമയത്ത് അത് പൊടിക്കുമ്പോൾ കുറച്ച് തവിട് കിട്ടും, അതിൽ പഞ്ചസാര ഇട്ടിട്ടായിരുന്നു തിന്നല് എന്നൊക്കെ. ഇന്നോ ഓരോ റോഡിന്റെ വക്കിലും നമുക്ക് ആഗ്രഹിക്കുന്നത് വാങ്ങി തിന്നാൻ പറ്റും. അതും കേരളീയം മാത്രല്ല, ചൈനീസ്, തുർക്കിഷ്, ലബനാന്, ഇനി വേറെ രാജ്യങ്ങളുണ്ടോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വേണ്ടാന്നോ തിന്നണ്ടാന്നോ അല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭക്ഷണം കൊണ്ടും പണം കൊണ്ടും പദവി കൊണ്ടും സൗകര്യം കൊണ്ടും പടച്ചോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പണ്ടുകാലത്തൊന്നും മലമൂത്ര വിസർജനം നടത്താൻ പെൺകുട്ടികളും പെൺമക്കളും രാത്രിയാവാൻ കാത്തിരുന്നു. അന്ന് ബാത്റൂമുകളില്ല, വിസർജിക്കാൻ ഒരു സ്ഥലമല്ല. ആരാന്റെ പറമ്പക്ക് കയറിപ്പോകുന്ന കാലഘട്ടത്തിൽ നിന്ന് അവനാന്റെ ബെഡിന്റെ തലക്കും ഭാഗത്ത് ബാത്റൂം ഉണ്ടാക്കുന്ന വികസനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മറക്കാൻ പാടില്ല പടച്ചോനെ. കഴുത്തിലും കാലിലും വാരി വലിച്ചണിയാൻ പടച്ചോൻ തന്ന റഹ്മത്തിനെ അവസാനം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അയച്ചു വെക്കുന്ന പവന് 12.5 പവനിലധികം ഒരു ഉമ്മാക്കുണ്ട്. അതിന്റെ ഒരു 10% വേണ്ട, ഒരു പണത്തൂക്കം നിന്റെ കബറൊന്ന് വെളുക്കാൻ തിളങ്ങാൻ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ലേ? അയച്ചു മാറ്റുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസം വരും. ആ തിരിച്ചറിവാണ് മനുഷ്യരെ നമ്മളെ കബറിലേക്കുള്ള സമ്പാദ്യം. ആ സമ്പാദ്യത്തിന് അള്ളാഹു നൽകുന്ന അവസരങ്ങളാ ഇങ്ങനെയുള്ള അറബി കോളേജുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ. ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ വരിസംഖ്യ കൂട്ടി അന്ന് സുബഹിസ്കരിക്കാൻ ആള് കൂടുതലാണ്. എന്തിന്? ഇത്താപ്പെനിക്ക് 70 ഉള്ളൂ 100 നോക്കിക്കേ. അതല്ലെങ്കിൽ പള്ളിയിൽ ഒരു പാട്ടങ്ങനെ പൊളിഞ്ഞടക്കുന്നത് കണ്ടാൽ ഓൻ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തുക്കും. എന്തിന്? ആ പാട്ട് അവിടെ ഒരു വൃത്തിയില്ലാണ്ട് നിൽക്കുക. എനക്കൊരു 10 ഉറുപ്പ്യൻ്റെ പാട്ട് വാങ്ങി വെച്ചാൽ പോരെ? ആരെയും വീട്ടിക്കൊന്നും അല്ലല്ലോ, അള്ളാന്റെ പള്ളിക്കല്ലേ. അതല്ല ചിന്തിക്കുന്നത് മനുഷ്യന്. ഞാൻ എല്ലാവരും അത്തരക്കാരൊന്നും പറയുന്നില്ല. അറിയാതെ പണിയെടുക്കുന്നവരുണ്ട്, ആരും അറിയാണ്ട് പടച്ചോന്റെ വലിയ കൂലി വാങ്ങിക്കൊണ്ടുപോകുന്നവരുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇതേപോലെ വിദേശത്ത് പോയപ്പോൾ ഒരു വലിയ പൈസക്കാരൻ നാട്ടിൽ നിന്ന് വന്നൊരു പള്ളിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ എന്തോ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കാൻ കാത്തിക്കുക. ആ സമയത്താണ് ഞങ്ങളും വേറെ 2 ആളും അവിടെ എത്തിപ്പെടുന്നത്. ഏകദേശം അതിങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിൽ അത് എഴുതി വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൻ വരാനുണ്ട്, മോൻ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ചെക്ക് തരാം. അപ്പം നമുക്കൊക്കെ ഒരു തോന്നി, എന്തിനാപ്പം മകൻ വരുന്നത്, സാധുക്കൊക്കെ ഇപ്പോൾ കൊടുത്തങ്ങ് പോയിക്കൂടെ എന്നും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയമാണ്. അവസാനം വെപ്രാളപ്പെട്ട് ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ മകനിങ്ങനെ വെപ്രാളപ്പെട്ട് വാഹനത്തിൽ വന്നു. വാപ്പ വേഗം ആ ഒരു ചെക്ക് എടുത്ത് മോൻ്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞു, ഇവർ നാട്ടിൽ ഇന്ന പ്രദേശത്തൊരു പള്ളിൻ്റെ ഭാരവാഹികളാണ്, പള്ളി ഭാഗത്തുമേൽ നിന്നുപോയതാണ്, ഈ ചെക്ക് ഇനി അവർക്ക് കൊടുക്കണം. ആ മകൻ ചെക്ക് കൊടുത്ത് സന്തോഷത്തോടെ അവർ വാങ്ങി ഇറങ്ങിപ്പോയി. അപ്പൊ സ്വാഭാവികമായും നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കും, മകന്റെ കയ്യിലൂടെ കൊടുക്കാനുള്ള കാരണം. അപ്പൊ ഈ വാപ്പ പറയാ, എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാ, പടച്ചോൻ ആയുസ് നീട്ടിത്തന്നതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുക. ഞാൻ എപ്പോഴും 3ാമത്തേൽ തീരും എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട്. നാളെ ഞാൻ ഇല്ലാണ്ടായ, ഞാൻ കൊടുക്കുന്നത് പ്രതീക്ഷിച്ചിട്ടും എൻ്റെന്ന് കിട്ടിയത് ആഗ്രഹിച്ചിട്ടും ഒരാൾ ഈ മണ്ണുക്ക് വരുമ്പോൾ എൻ്റെ മകൻ ആ വ്യക്തികളെ അറിയില്ലെങ്കിൽ, കൊടുക്കാനുള്ളൊരു മനസ്സിൻ്റെ മോനില്ലെങ്കിൽ, അങ്ങനെ കൊടുത്ത ശീലം ഓനില്ലെങ്കിൽ, എൻ്റെ അടുത്ത് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവർ പറയും, നല്ലൊരു വാപ്പയനും, പക്ഷെ മോൻ ആ ക്വാളിറ്റി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, വല്ലാത്തൊരു മോനാ എന്ന് എൻ്റെ മോനെപ്പറ്റി അവർ മനസ്സ് പ്രാഗിയ, അതിൻ്റെ കബറിലേക്ക് എനിക്കൊരു സമാധാനം കിട്ടൂല. വാപ്പ കൊടുക്കുന്നവനായിരുന്നു എന്നും വാപ്പ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടാ കുറെ ഉണ്ടാക്കിയതെന്നും ഓനും കൂടി അറിയാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇല്ലാണ്ടായാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്നാൽ കിട്ടണ്ടേ, തരാൻ കുറച്ച് മനസ്സുള്ളവരും ഇവിടെ വേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിന്റെ മുൻപിൽ ഒന്നും അല്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമ്പത്ത് സ്വതക്കത്തുൻ ജാരിയയായി കൊണ്ടുപോകാൻ പറ്റുന്ന സാമ്പത്തികം അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നിട്ടുള്ളെങ്കിലും, ഉള്ളത് ചെറുതാണെങ്കിലും ഓരോ നാടിനെയും ഓരോ സ്ഥാപനത്തെയും സ്നേഹിക്കുക, സേവിക്കുക, കൊടുക്കുക. പലരും നീക്കി വെക്കട്ടെ. റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ എന്ന് ചോദിക്കുമ്പം സഹാബ പെൺമക്കൾ വളയും മാലയും ഊരിയിട്ടുന്ന. ഇന്ന് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും അവനാൻ്റെ വീട്ടിൽ ചെന്ന് പിയാപ്ലനോട് പറയണം, ഞാൻ എപ്പോഴെങ്കിലും കിടന്നുപോയാ മരിച്ചുപോയാ ആ 1 പവന്റെ വള മക്കളെ നിങ്ങൾ അവിടേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്കൊരാഗ്രഹമുണ്ട്, എന്തായാലും ഇങ്ങനെ സക്കാത്ത് കൊടുത്ത് മുടിയുണ്ടല്ലോ, നമുക്ക് 1-2 വിറ്റിട്ട് കുറച്ചും നമുക്ക് ആ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പള്ളിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യത്തിനോ ചെയ്യാന്ന് പറഞ്ഞാൽ അതേ ഉണ്ടാവട്ടോ ബാക്കി എന്ന് ചിന്തിക്കുക. കാരണം മരണം തൊട്ടടുത്തുണ്ട്. ഏത് സെക്കൻഡിലും പരസ്പരം കാണുമ്പം പൈചാരുന്ന ഒരാഹാരം കൺമുൻപിൽ നമ്മൾ കാണണം. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബും മദീനത്തെ പള്ളിയിൽ നിന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, സർവ്വ ആസ്വാദനങ്ങളും നിലപ്പിച്ച് കളയുന്ന ആ മരണം
അതെവിടെയോ തുടങ്ങിയിട്ടുണ്ട്, എവിടെയോ അത് ലക്ഷ്യം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏത് സെക്കൻഡും നമ്മളിലേക്ക് അത് തിരിച്ചു വരുമ്പോൾ, നമ്മളെ കബറിലേക്ക് വെച്ചു പോകുന്നവർ തിരിച്ചു നടന്നു പോകുമ്പോൾ, അള്ളാഹുവേ ആ മനസ്സ്, ആ കബറ് ഒന്ന് വിശാലമാക്കണേ റബ്ബേ എന്ന് അറിയാതെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കും കിട്ടുന്ന അനന്തര സ്വത്താ. നമ്മൾ വാരിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതും ഒക്കെ മക്കൾക്ക് ഉണ്ടാക്കി പോകുന്ന അനന്തര സ്വത്താ. ഇപ്പൊ നമ്മളെ കൈമലുള്ളതൊക്കെ, നാളെ ഒരു ദിവസം ഒരു വയസ്സമ്മ മരിക്കാൻ കിടന്നപ്പം ബാത്റൂമിന് സ്ഥലമല്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ പലരെയും കണ്ട ബാത്റൂം ഒന്ന് ഉണ്ടാക്കി കൊടുത്തു. ഇരുന്നുള്ള ക്ലോസറ്റ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മരിച്ചമ്മ മയ്യത്തായി മാസങ്ങൾക്ക് ശേഷം മക്കൾ തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞു. കാരണം അന്വേഷിച്ച് പറഞ്ഞു, ഉമ്മാൻ്റെ അക്കൗണ്ടിൽ 80,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. മക്കൾ മൂത്തോൾ അതെടുത്തു, രണ്ടാമത്തോൾ അത് ചോദ്യം ചെയ്തു, മൂന്നാമത്തും പ്രശ്നം ഉണ്ടാക്കി. ഈ ദുനിയാവിൽ വാരിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതൊക്കെ ദുനിയാവിൽ ഇട്ടേച്ച് പോകുമ്പോൾ, മക്കൾക്കാക്കി നീക്കി വെച്ച് പോകുമ്പോൾ, എനിക്കും ഉങ്ങൾക്കും കിട്ടേണ്ട ഒരു അനന്തര സ്വത്ത് എന്താണെന്നറിയോ? നമ്മൾ മരിച്ച് മണ്ണിൻ്റെ അടി കിടക്കുകയാണെങ്കിലും ആളുകൾ പറയും, ഇന്ന് ഇവിടുന്ന് പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി പണിയെടുത്തൊരു മനുഷ്യൻ, ഇതിനു വേണ്ടി ത്യാഗം സഹിച്ചൊരു മനുഷ്യൻ, ഇതിനു വേണ്ടി പരക്കം പാഞ്ഞൊരു മനുഷ്യൻ, ഇതിനു വേണ്ടി കുറവായി പരിഹസിക്കപ്പെട്ട് പല കസേരകളിലും മനസ്സ് സങ്കടപ്പെട്ടിരുന്ന മനുഷ്യർ മണ്ണിൻ്റെ അടിയിലുണ്ട് റബ്ബേ, അവരെ കബറൊന്നിങ്ങി വിശാലമാക്കി കൊടുക്കണേന്ന് പറഞ്ഞാൽ അതെനിക്കും കിട്ടുന്ന അനന്തര സ്വത്താ, മരിച്ചിട്ട് കിട്ടുന്ന അനന്തര സ്വത്ത്. ആ സ്വത്ത് കിട്ടാൻ ജീവിതം കൊണ്ട് നമ്മൾ ജീവിച്ച് കാണിച്ചാൽ തീർച്ചയായും മരണം എളുപ്പമാക്കും. ഓരോ നാടും അറബി കോളേജുകളെ കൊണ്ടും മതസ്ഥാപനങ്ങളെ കൊണ്ടും ഏറെ വിശാലമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ആ ഒരു രീതിയിൽ നമ്മളെ മനസ്സും ജീവിതവും ഈ നാടും അൽ ഫുർഖാനും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, അള്ളാഹുവേ ഇതിനു വേണ്ടി പണിയെടുത്ത, ഇതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും പദവിയും ആഫിയത്തും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ നാഥ. ചെറുതും വലുതുമായ പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, നാളെ നിന്റെ അരികിലേക്ക് തിരിച്ചു വരുമ്പോൾ ദുനിയാവിൽ എന്തെങ്കിലും ബാക്കിയാവുന്ന, ഖബറിലേക്ക് പുണ്യം ലഭിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രവർത്തിക്കുന്ന നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. സഹോദരങ്ങളെ, ഈ ഒരു ബിരുദദാന ചടങ്ങിൽ ഇവിടുന്ന് ബിരുദം വാങ്ങിയ നമ്മളൊരു സഹോദരൻ്റെ പിതാവ് ഏറെ പ്രയാസപ്പെട്ട് രോഗം ബാധിച്ച് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സ വിജയമാകാനും പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നാളെ മുതൽ ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അള്ളാഹു ഒരു വിജയമാക്കി കൊടുക്കുകയും ക്ഷമയോടെ അതിനെ നേരിടാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു മനസ്സിൻ്റെ തഖ്വ നൽകുകയും ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു ഓരോരുത്തർക്കും അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി, ഈ അൽ ഫുർഖാൻ കോളേജിനെ കുറിച്ച് മറ്റൊരാളോട് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ ചിലപ്പോൾ 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും ആൾക്കാർ പിന്നെ പറയട്ടോ എന്ന് പറയും. അതിന് പറയാനും അവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം അൽ ഫുർഖാൻ കോളേജിൻ്റെ ഒരു സോവനീർ പോലെ ഇതിൻ്റെ ഒരു ബ്രോഷർ 50 രൂപക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് വാങ്ങിയാൽ, ഒരു 5 എണ്ണം വാങ്ങിയാൽ, ഒരു 10 എണ്ണം വാങ്ങിയാൽ അവനാൻ്റെ കുടുംബത്തിലെ 10 പൈസക്കാർക്ക് പറയാ, ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന നമുക്ക് ചെയ്തു തരണം. നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് ഒരു വലിയ മാറ്റത്തിന് കാരണമാകുമെങ്കിൽ, ഒരുപാട് തവണ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതാണ് ആ സ്ഥാപനം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അതൊരു വലിയ മാറ്റമായിരിക്കും. അത് ഈ സദസ്സിൻ്റെ പിൻഭാഗത്ത് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. സാധിക്കുന്നവരെ ഒന്നിലധികം വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയും ആഫിയത്തോടെ ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം നടത്താൻ നിങ്ങളെ പ്രാർത്ഥനയിൽ എനിക്കൊരിടം തരണം എന്ന് ആത്മാർത്ഥമായി ചോദിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.